ഹായ് കൂട്ടുകാരെ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. ഞാൻ ഇന്നിവിടെ നല്ല ഒരു രസമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റുള്ള രസമാണ്, വളരെ നല്ലതാണ് ഈ രസം. രസം വയ്ക്കാനായിട്ട് 2 ടൊമാറ്റോയും വെളുത്തുള്ളി, ഉള്ളി, ഇഞ്ചി ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഞ്ചി ഒന്ന് കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി നീളത്തിന് അരിഞ്ഞതാണ്, എന്നാലേ ഇത് ചതഞ്ഞ് കിട്ടത്തുള്ളൂ. 4-5 ചെറിയ ഉള്ളി, 5-6 ഉള്ളി ഇട്ട് കൊടുക്കാം. 6-7 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കുരുമുളക് ആവശ്യത്തിന് എരിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനൊരു സ്പൂണാണ് എടുത്തിരിക്കുന്നത്, അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ അരിഞ്ഞത് കൂടി അതിലേക്ക് ചേർത്തിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം. ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും. ഇനി ഒരു ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 സ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുകെല്ലാം പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ച കൂട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/4 സ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവ ചേർത്ത് കൊടുക്കാം. കായപ്പൊടി 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നു. ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇത് ആഫ്രിക്കൻ മല്ലിയിലയാണ്, വീട്ടിലുള്ളതാണ്. അത് നമുക്കതിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കുറേ കരിവേപ്പില ചേർത്തു. ഇനി നമുക്കിത് ഒന്നുകൂടി ഇളക്കിയിട്ട് ഇതിൽ കുറച്ച് പുളിവെള്ളം ഒഴിച്ച് വേവിക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് നീരാണ് ഒഴിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ഇത് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വെന്തു. ഇനി നമുക്കിനി ബാക്കി പുളിവെള്ളം കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇത് ഈ തവി വെച്ചൊന്ന് ഉടച്ചു കൊടുത്തിട്ട് നമുക്കതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വെന്തു. ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കണം. ഇനി ഇതൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. രസം ഇപ്പോൾ നന്നായിട്ട് റെഡിയായി കിട്ടി. ഇത് നല്ല രസമാണ്. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചേർത്ത് കുരുമുളകൊക്കെ ഇട്ട നല്ല രസമാണിത്. ഇത് തയ്യാറാക്കാനും എളുപ്പമാണ്. ഞാൻ തയ്യാറാക്കിയ ഈ രസം ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല രസമാണിത്. ജലദോഷമൊക്കെ മാറാൻ നല്ലതാണ്, ദഹനത്തിനും വളരെ നല്ലതാണ്. ഞാൻ തയ്യാറാക്കിയ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്